വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ കൗൺസിലിംഗ് രംഗത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം നിയ്യത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവങ്ങളാണ്. ഏകദേശം ഒരു പണ്ഡിതന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു 7 മാസത്തിന് മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരു പണ്ഡിതൻ, ഏകദേശം 43 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞതടിസ്ഥാനത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. നിയ്യത്തിന്റെ വിഷയത്തിലാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മറ്റു പല വിഷയങ്ങളിലുണ്ട്, എന്നാൽ നിയ്യത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിഷയം. നിയ്യത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഷയങ്ങളിലാണ് നമ്മൾ എപ്പോഴും നിയ്യത്തുമായി ബന്ധപ്പെടേണ്ട ഘട്ടങ്ങൾ വരുന്നത്. എല്ലാ വിഷയങ്ങൾക്കും നിയ്യത്തുണ്ട്, എന്നാൽ ഏറ്റവും പ്രധാനമായി നിർബന്ധമായി വരുന്ന വളരെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ. അതിലൊന്ന് വുളൂഇന്റെ വിഷയത്തിൽ അത് നിയ്യത്ത് വേണം. അതുപോലെ നിസ്കരിക്കാൻ നിയ്യത്ത് നിർബന്ധമാണ്. വലിയ അശുദ്ധിയുടെ കുളിക്ക് വേണ്ടി നിയ്യത്ത് വേണം. എന്നതുപോലെ റമദാനിലെ അല്ലെങ്കിൽ ഫർള് നോമ്പ് അതിനും നിയ്യത്ത് ആവശ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ ചില വിഷയങ്ങളും അതിന്റെ പരിഹാരങ്ങളും അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വസ്വാസ് ഇല്ലാത്ത ആളുകൾ നമ്മുടെ വീഡിയോ വെറുതെ കണ്ട് സമയങ്ങൾ കളയേണ്ട ആവശ്യമില്ല. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ വസ്വാസുള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടു തീർക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ആദ്യമായി പറയാനുള്ളത്, ഇത്തരം വസ്വാസുകൾ അത് നിയ്യത്തിന്റെ വിഷയമാവട്ടെ, നിസ്കാരമാവട്ടെ, ശുദ്ധീകരണമാവട്ടെ, നായയുടെ വിഷയങ്ങളാവട്ടെ, ഏത് വിഷയമാവട്ടെ, എൻ്റെ അസുഖം ഇനി മാറില്ല, എനിക്കൊരിക്കലും സുഖപ്പെടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ അസുഖം പൂർണ്ണമായി സുഖപ്പെടും എന്നൊരു പ്രതീക്ഷ നൽകാൻ കൂടെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി കേൾക്കുക. അപ്പോ 30 വർഷത്തോളം പഴക്കമുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിയ്യത്തിലാണ്. എന്താണ് അദ്ദേഹത്തിന്റെ നിയ്യത്തിന്റെ പ്രശ്നം? നേരത്തെ ഞാൻ പറഞ്ഞു, വുളൂഇലും നിസ്കാരത്തിലും കുളിയിലും നോമ്പിലൊക്കെ നിയ്യത്ത് വെക്കുമ്പോൾ പ്രയാസമുണ്ട്. എന്നിട്ട് ഏകദേശം എത്ര സമയം എടുക്കുന്നത്? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിയ്യത്ത് വെക്കാൻ അരമണിക്കൂർ, ചില ദിവസം 3/4 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ. എന്തിന്? അഥവാ നിയ്യത്ത് വെക്കാനാണ് പറഞ്ഞത്. വുളൂഇലും 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെയാണ് നിയ്യത്ത് ചെയ്ത് വുളൂ എടുത്ത് വരാൻ വേണ്ടി ആ പണ്ഡിതന്റെ സമയം. ഞാനിത് പറയുമ്പോൾ നിയ്യത്ത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇത് നന്നായി കണക്റ്റ് ആവും. മാത്രമല്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും പറ്റും, ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളാനും പറ്റും. അല്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ നിയ്യത്ത് വെക്കാന് 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറെന്നോ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കും. സത്യത്തിൽ നിയ്യത്ത് വെക്കാൻ വേണ്ടി മാത്രം 1 മണിക്കൂറും 2 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ എടുത്തിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളെ, എത്രയോ ആളുകളെ ഞാൻ കൺസൾട്ടിങ് എൻ്റെ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ അത്തരം വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തിലും ഇതുപോലെ ഒരുപാട് സമയങ്ങൾ എടുക്കുന്നു. വുളൂ എടുക്കാൻ ഏകദേശം 1.5 മണിക്കൂർ പിടിക്കുന്നു. ചില ദിവസം പെട്ടെന്നാവാം, ചിലപ്പോൾ സമയങ്ങൾ ഒരുപാട് കൂടുന്നു. നിസ്കരിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു. എന്നതുപോലെ വലിയ ശുദ്ധിയുടെ കുളിക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ നിയ്യത്ത് വെച്ച് 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 ഒരുപാട് സമയങ്ങൾ അങ്ങനെ പോകുന്നു. എന്തിന്? കുളിക്കാനല്ല, കുളിയുടെ നിയ്യത്തിൽ തന്നെ. എന്ന പോലെ നോമ്പിന്റെ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സഹോദരി എന്നോട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞ ഒരു വിഷയം. അഥവാ അവര് നോമ്പ് കാലങ്ങളിൽ വല്ലാതെ പ്രയാസപ്പെടുന്നൊരു ഘട്ടം. നെയ്യത്ത് എത്ര വെച്ചാലും ശരിയാവില്ല. ഒരു റൂമിൽ വെച്ച് ഒരുപാട് തവണ നെയ്യത്ത് വെക്കും. അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് പോകും, അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് പോകും. അങ്ങനെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ശകാരം കേട്ടപ്പോ പിന്നെ ആരും കാണാതെ സിറ്റ് ഔട്ടിലോ മറ്റൊക്കെ പോയിരുന്നിട്ട് കണ്ണടച്ച് ചെവിയും പൂട്ടി നന്നായി ഇരുന്ന് നിയ്യത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. എന്തേ? നിയ്യത്ത് മനസ്സിൽ തട്ടിയിട്ടില്ല, ഞാൻ വെക്കുന്ന നിയ്യത്ത് ശരിയായിട്ടില്ല എന്ന തോന്നൽ കൊണ്ട് അത് പെർഫെക്ഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എൻ്റെ ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോ ഈ പറയപ്പെട്ട പണ്ഡിതനും പ്രയാസപ്പെട്ടത് ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട്
അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 30 വർഷത്തിനിടയിൽ അദ്ദേഹം കാണിക്കാത്ത ഇടങ്ങളില്ല. പറ്റാവുന്ന എല്ലാ ചികിത്സകളിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഞാൻ ഈ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി, എൻ്റെ വസ്വാസം മാറാൻ വേണ്ടി ലക്ഷങ്ങളാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. കാശുണ്ടായിട്ടല്ല, ഇല്ലാത്ത കാശുകൾ കൊടുത്ത് കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിലും, അത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ദൂരപരിധി വ്യത്യാസമില്ലാതെ എത്രയോ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് 30 വർഷത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ കൗൺസിലിംഗ് കൊണ്ട് പൂർണ്ണമായി എല്ലാവരുടെയും അസുഖം സുഖപ്പെടുമെന്ന ഒരു അഹങ്കാരത്തിന്റെ ശൈലിയല്ല ഞാൻ പങ്കുവെക്കുന്നത്. അങ്ങനെ ആരും ചിന്തിക്കരുത്. മറിച്ച് ഇത് കൃത്യമായ കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ, അഥവാ ഇത് 2 വശങ്ങളുണ്ട്. ഒന്ന്, അവരുടെ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. അതിനെ മതപരമായ വിഷയത്തിലും അതുപോലെ മനഃശാസ്ത്രപരമായിട്ടും അതിന് മറുപടികൾ നൽകാൻ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ സമീപിക്കാൻ, അവർക്ക് റെമഡി നൽകാൻ നമുക്ക് കഴിയണം. ഈ ഇടങ്ങളിലാണ് സത്യത്തിൽ നമ്മുടെ കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. മരുന്ന് കഴിച്ചിട്ട് എത്രയോ മാറാത്ത കേസുകൾ, അതുപോലെ പൈശാചികമായ പല പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇവര് പലയിടങ്ങളിലേക്കും പോയിട്ടും കൗൺസിലിങ്ങിലൂടെ മാറുന്നതിന്റെ പല രഹസ്യങ്ങളും, ഇതുപോലെ ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കി അവർ പറയുന്ന ഓരോ പോയിന്റുകളെയും അഡ്രസ് ചെയ്ത് അതിനനുസരിച്ച് കൃത്യമായിട്ട് കൺസൾട്ടിങ് ചെയ്യാൻ പറ്റുകയാണോ, തീർച്ചയായിട്ടും ഇത് മാറ്റങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഒരുപാട് ആളുകളെ ഈ ഒരുപാട് ക്ലയന്റുകളെ കണ്ടു എന്നതുകൊണ്ടും അവരിൽ നിന്നൊക്കെ കേട്ടതും മനസ്സിലാക്കിയതും അതിന് പരിഹാരങ്ങൾ കൊടുത്തതും വ്യത്യസ്ത തെറാപ്പികളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാറ്റങ്ങൾ വരുത്തിയ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് എന്നതല്ലാതെ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് മുഴുവൻ മാറും എന്ന ഒരു അഭിപ്രായം എനിക്ക് ഇല്ല. അത് തെറ്റായ ധാരണയുമാണ്. അതേസമയം ഒരുപാട് ആളുകൾക്ക് പൂർണ്ണമായും സുഖപ്പെടുത്താൻ പറ്റിയിട്ട്, പൂർണ്ണമായും സുഖം വന്നിട്ടുണ്ട്, അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടിട്ടുണ്ട്. ഇനി പൂർണ്ണമായി സുഖപ്പെട്ടിട്ടില്ലെങ്കിലും കൺട്രോൾ ചെയ്ത് അവനവന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റുന്ന, പ്രശ്നങ്ങളില്ലാതെ മാന്യമായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനെങ്കിലും കൗൺസിലിങ്ങിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു അഭിമാനപൂർവ്വം ബിഫദ്ലില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ, ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് 30 വർഷത്തിന് ശേഷം വരുന്ന അദ്ദേഹം എന്നെ നേരിൽ കാണാൻ വേണ്ടി പലപ്പോഴും ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പലപ്പോഴും അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ട് നേരിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഗൾഫിലേക്ക് പോയതിനു ശേഷം പിന്നീട് ഓൺലൈൻ വഴിയാണ് കൗൺസിലിംഗ് നടത്തിയിട്ടുള്ളത്. അവിടെയും ഒരു കാര്യം പറയാനുള്ളത്, ഓൺലൈൻ കൗൺസിലിംഗ് അത്ര എഫക്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് കൂടെ ഇതിൽ മറുപടി ഉണ്ട്. തീർച്ചയാണ്, അങ്ങനെയും പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ഓൺലൈൻ വഴി നടത്തുന്നത്, ചില തെറാപ്പികളോ അതുപോലെ ചില ആക്ടിവിറ്റീസുകളോ ഒക്കെ ഓൺലൈൻ വഴി നടത്താൻ പറ്റാത്തത് പലപ്പോഴും നമ്മൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ നേരിട്ട് എൻ്റെ മുന്നിലേക്ക് വരണം എന്ന് പറയാറുണ്ട്. അതല്ലാതെ ഏകദേശം ഒരു 80% ആളുകൾക്കും ഓൺലൈൻ വഴി കൗൺസിലിംഗ് കൊടുത്ത് തന്നെയാണ് ഇതുപോലെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഏതായാലും പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട വ്യക്തിക്ക് ഈ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന നിയ്യത്തിന്റെ വിഷയത്തിലാണ് വന്നത്. അദ്ദേഹത്തിനുള്ള പ്രശ്നം എന്താണ്? ഈ നിയ്യത്തിൽ തന്നെ എന്താണ് പ്രശ്നം? അദ്ദേഹം പങ്കുവെച്ച പല പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നിസ്കാരത്തിന്റെ നിയ്യത്താണ് വെക്കുന്നതെങ്കിൽ ലുഹർ എന്ന ഫർദ് നിസ്കാരം എന്ന് പറയുമ്പോൾ ലുഹർ അല്ലെങ്കിൽ അസ്ർ അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നത് മനസ്സിൽ പൂർണ്ണമായി വരണം. അങ്ങനെ വരാതെ ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരാൻ വേണ്ടി ആളിങ്ങനെ അദ്ദേഹത്തിന്റെ മുഖവും കണ്ണും കാതും ഒക്കെ പൂർണ്ണമായി അതിലേക്ക് കൊടുത്ത് അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വുളൂഇലാണെങ്കിൽ വുളൂഇ എന്ന ഫർദ് എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വലിയ ശുദ്ധിയുടെ കുളിയാണെങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് അദ്ദേഹം ഇങ്ങനെ അതിൽ വല്ലാണ്ട് സ്ട്രെസ് കൊടുത്ത് സ്ട്രെയിൻ കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം അദ്ദേഹം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുന്നോ അത്രയും കൂടുതൽ മനസ്സിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നം. ഇത് തന്നെയായിരിക്കും നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെ നിരന്തരമായി ഈ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം. മറ്റൊരു വിഷയം എന്താ?
എങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാലും ഞാൻ ഈ നാവ് കൊണ്ട് പറയുന്നത് മനസ്സിൽ തട്ടുന്നില്ല. നാവ് കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിൽ തട്ടുന്നില്ല. ഇതാണ് മറ്റൊരു വിഷയം. ഇങ്ങനെ തന്നെ ആയിരിക്കും ഏകദേശം വസ്വാസുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പൊതുവെ ചെയ്യുന്നത് വീണ്ടും ഒന്നുകൂടെ നിയ്യത്ത് വെക്കാൻ ശ്രമിക്കുന്നു. കാരണം പെർഫെക്ഷന് വേണ്ടി ഒന്നുകൂടെ നന്നാക്കി ക്ലിയർ ആക്കി വെക്കണം. കാരണം നിസ്കാരം അതിന് നിയ്യത്തില്ലാതെ നിസ്കാരം ശരിയാവൂല. വുളൂഅ് നിയ്യത്തില്ലാതെ ശരിയാകൂല. നോമ്പ് നിയ്യത്തില്ലാതെ ശരിയാകൂല. വലിയ ശുദ്ധിയുടെ കുളി അത് ശരിയാവണമെങ്കിൽ നിയ്യത്ത് വേണം. അപ്പൊ നിയ്യത്തില്ലാതെ ഈ കർമ്മങ്ങൾ ശരിയാകൂല. അതുകൊണ്ട് എന്ത് വേണം? ഈ നിയ്യത്തുകൾ ശരിയാവണമെങ്കിൽ, പിന്നെ ഈ അമലുകൾ ശരിയാവണമെങ്കിൽ നിയ്യത്ത് വേണം. അതുകൊണ്ട് നിയ്യത്ത് പരമാവധി മനസ്സിലാണല്ലോ വരേണ്ടത്. നിയ്യത്ത് എവിടെയാണ് ഉണ്ടാവേണ്ടത്? മനസ്സിലാണ്. നാവ് കൊണ്ട് മാത്രം പോരാ. അപ്പൊ പിന്നെ മനസ്സിൽ തട്ടിക്കണല്ലോ. ഇതാണ് എല്ലാവരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താ? മനസ്സിൽ തട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും അവരുടെ മനസ്സിൽ അഥവാ ഒരു കമ്പൽഷൻ, നിർബന്ധിപ്പിക്കുന്ന ഒരു ശൈലി, കമ്പൽഷൻ വരികയാണ്. എന്താണ് കമ്പൽഷൻ? അഥവാ ഒന്നുകൂടെ നിയ്യത്ത് വെക്ക്, ഒന്നുകൂടെ വെച്ചാൽ ശരിയാവും, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കിയേ, ഒന്നുകൂടെ വെച്ചാൽ ശരിയാവും. അപ്പൊ ഒന്നുകൂടെ വെക്കൂ, വീണ്ടും വെക്കൂ, ഒന്നുകൂടെ ആവർത്തിക്കൂ. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പൽഷൻ വരികയാണ്. നിരന്തരമായി വീണ്ടും വീണ്ടും അതിനനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ പറയുന്ന കമ്പൽഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ സൈക്കോളജിസ്റ്റ് അതല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിയിലൊക്കെ പ്രയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ, ഈ വസ്വാസിനെ സാധാരണ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാ പറയാ. കമ്പൽഷൻ എന്നൊരു പ്രയോഗം അതിൽ വരുന്നുണ്ട്. സത്യത്തിൽ നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത് അതാരാ? അത് ശൈത്താന്റെ ദുർബോധനമാണ്. നമ്മുടെ മതപരമായ വീക്ഷണത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അഥവാ നിരന്തരമായി, അഥവാ ഒരു നിയ്യത്ത് വെച്ചു ശരിയായിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് നിരന്തരമായി നിയ്യത്ത് വെക്കൂ, ഒന്നുകൂടെ ശരിയാക്കൂ, ഒന്നുകൂടെ ശരിയാക്കൂ എന്നത് ശൈത്താന്റെ ദുർബോധനമാണ്. അവിടെ രണ്ട് പ്രക്രിയ നടക്കുന്നുണ്ട്. ഒന്ന്, ശരിയായിട്ടില്ല എന്ന് ശൈത്താൻ നമ്മൾക്ക് നിരന്തരമായി തോന്നിപ്പിക്കാൻ. പിന്നെയോ അതിന് പരിഹാരം ശൈത്താൻ തന്നെ പറഞ്ഞു തരിക. അതെന്താ? ഒന്ന് ആവർത്തിച്ചു വെച്ചേക്ക്, ഒരു പ്രാവശ്യം കൂടെ വെച്ചോ, ഒന്നുകൂടെ വെക്ക്, നന്നായി വെച്ചോളൂ, മനസ്സറിഞ്ഞു വെച്ചോളൂ, മനസ്സിൽ തട്ടിച്ചോളൂ, കണ്ണടച്ച് പറഞ്ഞോളൂ. ഇങ്ങനൊക്കെ പലതും എന്ത് ചെയ്യും? ശൈത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരിങ്ങനെ ആവർത്തിച്ച് ശൈത്താൻ പറയുന്നതിന്റെ ആ ദുർബോധനത്തിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നെ ശരിയായിട്ടില്ല. ചിലപ്പോൾ ആദ്യത്തെ സമയത്തിലൊക്കെ ഒരു പ്രാവശ്യം നിയ്യത്ത് ശരിയായിട്ടില്ല തോന്നിയാൽ ഒന്നുകൂടെ വെക്കും. അപ്പൊ അന്ന് ഓക്കെയാണ്. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 or 3 തവണ വെക്കണം. അങ്ങനെ 3 തവണ വെച്ചപ്പോ ഓക്കെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 5 or 10 or 15 പ്രാവശ്യം വെച്ചപ്പോ ഓക്കെയാണ്. പക്ഷേ ഈ 10 or 15 പ്രാവശ്യം വെക്കൽ നിർബന്ധിതമാകുന്ന ഘട്ടത്തിൽ അവർക്ക് 2 പ്രാവശ്യം വെച്ചാൽ ശരിയാവുന്നില്ല. ഇനി ഈ 15 പ്രാവശ്യം എന്നത് 20, 25, 30 ആകുന്നുണ്ട്. 30 പ്രാവശ്യം വെച്ചാൽ മാത്രമേ ശരിയാകുള്ളൂ എന്നിടത്തേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് 15 പ്രാവശ്യം വെച്ചാൽ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അഥവാ ശൈത്താൻ ആദ്യം നമുക്ക് മനസ്സിലേക്ക് നിയ്യത്ത് ശരിയായിട്ടില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി തരാം. എന്നിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ശൈത്താൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ ആവർത്തിച്ചു വെക്കുക. അങ്ങനെ ആവർത്തിച്ചു വെക്കാൻ വേണ്ടി വീണ്ടും നിർബന്ധിപ്പിക്കുന്നു. അതിൽ നമ്മൾ കൊത്തി എന്ന് കണ്ടാൽ, ആ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം അത്ര പോരാ, ഒന്നുകൂടെ ശരിയാക്കൂ, ഒന്നുകൂടെ ശരിയാക്കൂ, ഒന്നുകൂടെ ശരിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പെർഫെക്ഷന് വേണ്ടി ശ്രമം നടത്തി നമ്മൾ പോലും അറിയാതെ ആഴ്ചകൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ 5 മിനിറ്റ് വെക്കുന്നത് 10 മിനിറ്റ്, 10 മിനിറ്റ് എന്നുള്ള 15 മിനിറ്റ്, പിന്നെ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഒക്കെ നീണ്ടു പോവാം. ഞാൻ ഓർക്കുകയാണ്, ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് രാത്രി 12 മണിക്ക് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പള്ളിയിലെത്തിയ സമയം, അന്ന് എന്നെ നിരന്തരമായി ഒരു 12-12:30 ആയിട്ടുണ്ട്. ആ സമയത്തുണ്ട് രാത്രി നിരന്തരമായിട്ട് ഫോൺ വരുന്നു. ഞാൻ കട്ട് ചെയ്യുന്നു, വീണ്ടും അവർ വിളിക്കുന്നു, പിന്നെയും കട്ട് ചെയ്യുന്നു, പിന്നെയും വിളിക്കുന്നു. അപ്പൊ എന്തോ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഉടനെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യത്തെ നിർദ്ദേശം, പ്ലീസ് ഉസ്താദ് എന്റെ ഫോൺ കട്ട് ചെയ്യരുത്. അപ്പൊ എന്താ, ഒരു ഉമ്മയുടെ ഫോൺ കോളാണ്. ആ ഉമ്മ പറഞ്ഞ ഒരു സങ്കടം, കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ മോള് നിസ്കാരം തുടങ്ങിയിട്ട് ഇശാഇന് ബാങ്ക് കൊടുത്തത് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 12-12:30 ആയി. ഇതുവരെ നിസ്കാരപ്പായിന്ന് ഇറങ്ങിയിട്ടില്ല. ആള് നിസ്കാരം തുടങ്ങും, കൈയഴിക്കും, നിസ്കാരം തുടങ്ങും, കൈയഴിക്കും. അങ്ങനെ
ഒരു 8 മണിക്ക് തുടങ്ങിയ നിസ്കാരം 9, 10, 11, 12, 12:30 4-4.5 മണിക്കൂറായി നിസ്കാരം പൂർത്തിയായിട്ടില്ല. എന്നിട്ടോ നിസ്കാരം ശരിയാവാത്തതിൽ സ്ട്രെസ് അനുഭവിക്കുന്നു, ആ പെൺകുട്ടി കരയുന്നു, കണ്ടു നിൽക്കുന്ന വീട്ടുകാരും കരയുന്നു. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നറിയാതെ അവര് ആകെ അങ്കലാപ്പിലാണ്. അതുകൊണ്ടാണ് ആ പാതിരാ സമയത്ത് പോലും അവര് വിളിച്ചത്. ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് സമയങ്ങൾ എടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരന്തരമായി വീണ്ടും വീണ്ടും നിയ്യത്ത് വെച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മനസ്സിൽ തട്ടുന്നുണ്ടോ? തട്ടുന്നില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് കൂടുന്ന സമയത്ത് പിന്നെ ഓരോ ദിവസം കഴിയും തോറും പിന്നെ അത് സ്പ്രെഡ് ആവാൻ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ അതിലേക്ക് വരികയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ കൂടുകയാണ്. നിയ്യത്തിന്റെ ഒരൊറ്റ വിഷയത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇതുപോലെ നിസ്കാരത്തിന്റെ ഓരോ മാറ്ററുകൾ വെവ്വേറെ എനിക്ക് പറയാനുണ്ട്. അതുപോലെ നജിസിന്റെ വിഷയങ്ങൾ ഓരോന്ന് വെവ്വേറെ പറയാനുണ്ട്. ചിന്താ വിഷയത്തിൽ വെവ്വേറെ പറയാനുണ്ട്. എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വന്ന ആളുകൾക്കറിയാം, ഞാൻ എല്ലാ വിഷയങ്ങളും ഒന്നിച്ച് ഇടപെടാറില്ല. ഒരു മാറ്റർ സംസാരിച്ച് അത് ക്ലിയർ ചെയ്തിട്ടാണ് അടുത്തേക്ക് കയറുക. അങ്ങനെയാണ്. അതിന് തന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ എടുക്കുന്ന കൗൺസിലിംഗ് ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പോയിന്റ് തന്നെ, അഥവാ നിയ്യത്തിന്റെ ഒരൊറ്റ വിഷയത്തിൽ നിരന്തരമായി കമ്പൽഷൻ മുഖേന ആവർത്തിച്ച് വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സംഭവം എന്താ? ഈ അസുഖം വ്യത്യസ്തമായ വിഷയത്തിലേക്ക് സ്പ്രെഡ് ആവാൻ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മനസ്സിൽ തട്ടുന്നില്ല ഒന്ന്. മറ്റൊന്ന്, ഇത് മനസ്സിലേക്ക് ഇത് രൂപമായി കൊണ്ടുവരുന്നു. 2, ഇനി മറ്റൊരു വിഷയം, ഇത് കുറേ പ്രാവശ്യം ആവർത്തിച്ച് ശരിയാവാതെ വരുമ്പോ സൗണ്ട് അല്പം ഒന്ന് കൂടിപ്പോകും അല്ലെ? സൗണ്ട് അല്പം കൂടിപ്പോന്നു. അപ്പൊ എങ്ങനെ? നമ്മൾ ആ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ലുഹർ എന്ന ഫർദ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സൗണ്ട് കൂടുന്നു. സത്യത്തിൽ സൗണ്ട് കൂടുന്നത് നമ്മൾ അറിയാതെ കൂടി വരും. അതിന്റെ മറ്റൊരു വിഷയം എന്താ? പല ആളുകളും സൗണ്ട് നന്നായിട്ട് ലുഹർ എന്ന ഫർദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ് അവർ പറയുന്നത്? മനസ്സിൽ തട്ടാൻ വേണ്ടി, അഥവാ മനസ്സിനെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാൻ വേണ്ടി, മനസ്സിൽ തട്ടാൻ വേണ്ടിയിട്ടാണ് ആവർത്തിക്കുന്നത്. അവിടെ മറ്റൊരു കോമഡി ഉണ്ട്. അതെന്താണെന്നറിയോ? അവര് സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ശബ്ദത്തിൽ അവർ ചെയ്യുന്നത്. അത് അവര് മാത്രമേ കേൾക്കാത്തതുള്ളൂ. അവരെ പഞ്ചായത്തിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു പള്ളിയിൽ നിസ്കരിക്കുന്ന വ്യക്തിയാണ്, ഈ പള്ളിയിലുള്ള സർവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം കേട്ടിട്ടില്ല. വീട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ വീട്ടിലുള്ളവരും അയൽപ്പക്കത്തുള്ള ആളുകളും കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യൂല? അവരെ കേട്ടിട്ടുണ്ടാവില്ല. അതാണ് വസ്വാസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വസ്വാസ് അഥവാ ശൈത്താൻ ഒരു മനുഷ്യനെ ചതിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു പ്രശ്നമാണ് സൗണ്ട് കൂടുന്നു എന്നത്. പിന്നെ അതിന്റെ മറ്റൊരു വശമാണ്, ഇത് വേർഷൻ മാറി വരികയാണ്. പിന്നെ അതിന്റെ മറ്റൊരു വേർഷനാണ്, ഇത് നിയ്യത്ത് വെക്കുന്ന സമയത്ത് സൗണ്ട് കൂടുന്നു, കണ്ണുകൾ അടക്കുന്നു. കണ്ണ് തുറന്നിട്ട് നിയ്യത്ത് വെക്കാൻ പറ്റുന്നില്ല. കണ്ണുകൾ അടക്കണം. കേവലം അടയൽ മാത്രമല്ല, കണ്ണുകൾ ക്ലോസ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റിഫാക്കി കൺപോളകൾ വെക്കുന്നു. എന്ന പോലെ തന്നെ ഈ കൺപോളകൾക്ക് പുറമെ മുഖത്തിനൊക്കെ പ്രത്യേക എക്സ്പ്രഷനാണ്. അഥവാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകമായ ശൈത്താൻ കയറിയിട്ട് കാട്ടിക്കൂട്ടുന്ന പോലെയൊക്കെ ഒരു പ്രത്യേക കോപ്രായങ്ങളും ഗോഷ്ഠികളും ഉണ്ടാവുക. അപ്പൊ മുഖത്തിന്റെ ശൈലിക്ക് മാറ്റങ്ങൾ വരുന്നു. എന്ന പോലെ മറ്റൊരു വശം എന്താന്ന് വെച്ചാല് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അസുഖം കൂടി വരുന്ന ആളുകളാണെങ്കിൽ നിയ്യത്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് ഇത്തരം ആളുകൾക്ക് നിരന്തരമായിട്ട് കൈകൾക്കൊക്കെ ഒരു ബലം കൂടും. അഥവാ അവര് സാധാരണ തക്ബീർ കെട്ടാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോവേണ്ടത് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കയ്യിന്റെ ഒക്കെ ശൈലിയൊക്കെ മാറും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുന്നു, കൈയൊക്കെ ബലം പിടിക്കുന്നു, ഒരു ഫ്രീസ് ആകുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഇതിൽ കാണാറുണ്ട്. അതെങ്ങനെ? ഇതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ശൈത്താൻ തരുന്ന ചില ഡൊണേഷനാണ് അതൊക്കെ. അങ്ങനെ കുറെ അപകടത്തിലേക്ക് എത്തും. എന്ന പോലെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നോക്കിക്കുന്ന സമയത്ത് പലപ്പോഴും നിയ്യത്ത് വെക്കാനോ നിസ്കരിക്കാനോ പറ്റാറില്ല. അങ്ങനത്തെ ആളുകൾ ഒറ്റയ്ക്ക് പോയി നിസ്കരിക്കും. പള്ളികളിൽ പല ആളുകൾക്കും പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ പണ്ഡിതൻ എന്നോട് വല്ലാതെ സങ്കടത്തിൽ പറഞ്ഞൊരു കാര്യം എന്താ? അഥവാ ജമാഅത്തിന് പള്ളിയിൽ പോയിട്ട് കാലങ്ങളായി, ആരും ഇല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ പോയി നിസ്കരിക്കാം. അതല്ലെങ്കിലോ ആരും ഇല്ലാത്ത സമയത്ത് പിന്നെ ഉള്ള സമയത്തും പറ്റുന്നില്ല. കാരണം പള്ളിയിലാകുമ്പോൾ ആരെയും കാണുമോ എന്നൊരു ഭയം. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതൊരു ഉസ്താദല്ലേ, പണ്ഡിതനല്ലേ, അദ്ദേഹം തന്നെ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന
ഒരു മറ്റുള്ളവരുടെ കണ്ണുകളിൽ അങ്ങനെ പ്രതിഫലിക്കുമോ എന്ന ഒരു പേടി. പിന്നെ സ്വാഭാവികമാണ്, ഓരോരുത്തർക്കും അവനവന്റെ ഒരു അഭിമാനം ഉണ്ടാവും, അത് നഷ്ടപ്പെടുമോ എന്നൊരു പേടി. ഇങ്ങനെയൊക്കെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ജമാഅത്തിനോ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള നിസ്കാരങ്ങൾക്കോ പള്ളിയിലേക്ക് പോവാനോ പറ്റാത്തൊരു സാഹചര്യം. ഒരു നിസ്കാരം തുടങ്ങുമ്പോൾ ഒരു മഗ്‌രിബ് നിസ്കാരമാണ് തുടങ്ങുന്നത്, ചിലപ്പോൾ ഇശാ വരെ നീണ്ടുപോകുന്നു, നിസ്കാരം ഖളാ ആകുന്നു. ഞാൻ ഈ പറയുന്നത് ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ ഖളാ ആവാതെ നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്ന പോലെ തന്നെ ളുഹറിന്റെ നിസ്കാരം ഖളാ ആകുന്നു, അസ്ർ ചിലപ്പോൾ ഖളാ ആവുന്നു. എന്തേ കാരണം? അവർ നിസ്കരിക്കാൻ നേരത്തെ എത്തിയിട്ടുണ്ട്, പക്ഷെ അവരുടെ മനസ്സിൽ നിയ്യത്ത് വരുന്നില്ല എന്നുള്ള പ്രശ്നം. എന്നതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ അതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കണം എന്നൊരു ചിന്ത, അഥവാ എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല. അതിനവര് ചെയ്യുന്ന ഒരു കാര്യം എന്താ? സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഭർത്താവ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, അവര് കണ്ടാൽ പോലും പ്രശ്നമാണ്. അതിന് ഡോർ അടക്കും, ഡോർ ക്ലോസ് ചെയ്തിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നു. അപ്പൊ ആ നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നം എന്താ? അപ്പൊ വേറെ ആരെയും വിളിക്കുമോ എന്ന ചില ആശങ്ക. ചിലപ്പോൾ നിസ്കാരം നിയ്യത്ത് വെക്കുന്ന സമയത്ത് ആരോ വിളിച്ചിട്ടുണ്ട് എന്ന തോന്നൽ. ചിലപ്പോൾ ആരെങ്കിലും ബെല്ലടിച്ചു എന്ന് വെക്കുക, അപ്പോഴേക്ക് നിസ്കാരം മുറിക്കും, അല്ലെങ്കിൽ നിയ്യത്ത് അവിടെ വെക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നത് കേട്ടാൽ നിസ്കാരം സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കൽ എന്നോട് ഈ കൺസൾട്ടിങ്ങിന് വന്നപ്പോ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഈ പറയപ്പെട്ട വ്യക്തി നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും സംസാരിക്കൂല. എന്താ കാരണം? നിസ്കാരം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരെയും സംസാരിച്ച് അവിടുന്ന് കൈയഴിച്ചു വരും, ഇവിടെ ഭയങ്കര ബഹളാണ്. അതുകൊണ്ട് നിസ്കാരം കഴിയുന്നത് വരെ ഞങ്ങൾ ശ്വാസം അടക്കി പിടിക്കണം. ചെറിയ മക്കളുണ്ടെങ്കിൽ നിസ്കാരം ഇവർ തുടങ്ങുന്ന സമയത്ത് ഈ ചെറിയ മക്കളെ എടുത്ത് പുറത്തേക്ക് പോവാണ്. നിസ്കരിക്കുന്ന സമയത്ത് പുറത്ത് പോകുന്ന വാഹനങ്ങളുടെ ഹോണടി കേട്ടാൽ മതി, അവര് പെട്ടെന്ന് നിസ്കാരം മുറിക്കാൻ, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കുന്നത് ശരിയാവുന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു എന്താ പറയാ, വസ്വാസില്ലാത്ത ഒരാളൊക്കെ കേൾക്കുമ്പോ ഇതെന്തൊരു ഭ്രാന്ത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഇത് ഭ്രാന്താണോ, ഇതൊക്കെയാണ് അസുഖം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഓ, ഇത്രയൊക്കെ ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു, മനസ്സിലാക്കുന്നു, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളാണല്ലോ ഇത് പച്ചയിൽ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പലരും എന്നോട് പങ്കുവെച്ച കാര്യങ്ങളാണത്. ഞാൻ പറയുന്നത് ഇതൊക്കെ വസ്വാസിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്നു, ഡോറടക്കുന്നു, അവിടുന്ന് ശബ്ദം ഉയർത്തിയിട്ട് ചെയ്യുന്നു, ഭയങ്കര ശബ്ദത്തിലാക്കുന്നു. പിന്നെ ചില ആളുകൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ അറിയോ? നിയ്യത്ത് വെക്കുന്നു, ആ സമയത്ത് തളർച്ച തുടങ്ങി, ശരീരം ടയർഡാവുന്നു, അവർക്ക് നിസ്കരിക്കാൻ പറ്റാതെ, അഥവാ ഭയങ്കരമായിട്ട് തളർച്ച. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത്രയും വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവര്. പുറത്തുനിന്ന് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അവര് ബലപ്രയോഗം നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് തളർന്ന് വിയർത്തൊലിച്ച്, ഒരു കുടുംബം പറഞ്ഞത് ഓർമ്മയുണ്ട്, ഫാൻ ഇട്ടാൽ AC ഇട്ടാൽ പോലും നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ തളർന്നിട്ട് വിയർത്തൊലിച്ചിട്ടാ വരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ, എത്രമാത്രം അവർ അനുഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എത്രമാത്രം ഈ ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇനി അതിന്റെയും അപ്പുറത്തേക്ക് ചില ആളുകൾ വിറക്കും, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പേടിക്കുന്നുണ്ട്. ഈ ഒരു വസ്വാസുള്ള ആളുകൾക്കൊക്കെ അതുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ശരിക്കും ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന സ്വഭാവം വരാറുണ്ട്. ആങ്സൈറ്റി, ഉത്കണ്ഠ, ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു പേടി. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രശ്നമുള്ള ആളുകൾക്ക് നിസ്കാരത്തിന്റെ ആ സമയം, ആ നിസ്കരിക്കുന്ന സമയം മാത്രമല്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയാൽ മതി, ഇവരെ ഉള്ളു പിടക്കും. ബാങ്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഉള്ളു പിടക്കും, സ്വാഭാവികമാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട്, അഥവാ എനിക്ക് നിസ്കരിക്കണം, നിസ്കാരം കഴിയണമെന്നുണ്ടെങ്കിൽ വലിയ മല പോലത്തെ ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞ് അടുത്ത ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പഠിച്ചോനെ ഇപ്പൊ ഒന്ന് തീർന്നിട്ടുള്ളൂ, ഇനിയിപ്പോ അടുത്ത് വരുന്നു, ഇങ്ങനെ എന്നിട്ട് നിസ്കാരം ഒഴിവാവാണ് പലർക്കും. എന്റെ അനുഭവത്തിൽ, അഥവാ നമ്മുടെ മുമ്പിൽ വന്ന എത്ര ആളുകൾ നിസ്കാരമൊക്കെ ഒഴിവാക്കിയ എത്ര ആളുകളുണ്ട്. 4, 5, 8, 10 വർഷമായിട്ട് വസ്വാസ് കൊണ്ട് നിസ്കരിക്കാത്തവര്. അൽഹംദുലില്ലാ,
അങ്ങനെ നിസ്കാരം മാറ്റിവെച്ച എത്ര ആളുകളെ കൗൺസിലിങ്ങിലൂടെ നിസ്കരിപ്പിക്കാൻ പറ്റി എന്നതാണ് ഏറ്റവും അതിന്റെ പിന്നിലുള്ള രഹസ്യം, വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ തളർന്നു പോകുന്നു, വിയർക്കുന്നു, ശബ്ദം ഇടറുന്നു. പിന്നെ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ, എങ്ങനെ നിയ്യത്ത് വെച്ചാലും കുറെ പ്രാവശ്യം വെച്ചു, പിന്നെ അത് വെക്കാൻ പറ്റാത്ത സ്റ്റക്ക് ആകുന്ന ഒരവസ്ഥ. ഉസല്ലി 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 പിന്നെ ഫാ പറയാൻ പറ്റുന്നില്ല. ഉസല്ലി ഫർള സ്വലാത്ത് എന്ന് പറയണം, അല്ലെങ്കിൽ ഉസല്ലി ഫർള ളുഹ്രി എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. ആക്ക് സ്റ്റക്കാവാണ്. നിയ്യത്ത് വെക്കുമ്പോ കുളിക്കുന്ന സമയത്തൊക്കെ നിയ്യത്ത് വെച്ച് സ്റ്റക്കായി പോവാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കുറേ സമയം ഇതന്നെ കണ്ണു അടച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കാരണം അത് മനസ്സിൽ ഇറങ്ങണം. എന്ന പോലെ ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു അവസ്ഥ എന്താണെന്നറിയോ, ചില ആളുകൾക്ക് പ്രശ്നം വരുന്നത്, നിയ്യത്ത് ഇങ്ങനെ വെക്കുന്നതിന്റെ ഇടയിൽ അനാവശ്യമായ മറ്റു ചിന്തകൾ വരുന്നു. അപ്പോഴേക്ക് ഈ നിയ്യത്ത് ശരിയായില്ല, ഇനി രണ്ടാമത് വീണ്ടും വെക്കുന്നു. അപ്പൊ വീണ്ടും മറ്റു ചിന്തകൾ വരുന്നു. ആ ചിന്തകൾ എന്താ, ബിസിനസിന്റെ ചിന്തകളായിരിക്കാം, മക്കളെ വിഷയങ്ങളായിരിക്കാം, അവരുടെ എഡ്യൂക്കേഷൻ വിഷയങ്ങളായിരിക്കാം. അങ്ങനെ പലതും വരും. ഇനി ഇതിന്റെയും അപ്പുറത്തേക്ക് ചില ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. അതെന്താ, അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട ചിന്ത വരുന്നത്, ഇസ്ലാമിനെ കുറിച്ച് മോശപ്പെട്ട ചിന്ത വരുന്നു, വൃത്തികെട്ട അല്ലെങ്കിൽ സെക്സിന്റെ ചിന്തകൾ വരുന്നു, വളരെ വൾഗറായ ചിന്തകൾ വരുന്നു. ഓ, ഇതാണല്ലോ വന്നത്, അതുകൊണ്ട് ഞാൻ മാറ്റട്ടെ എന്ന് കരുതി വീണ്ടും എന്ത് ചെയ്യും, നിയ്യത്ത് വെക്കാൻ ശ്രമിക്കാൻ. സത്യത്തിൽ ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ഇസ്ലാം പഠിപ്പിച്ചൊരു പരിഹാരമുണ്ട്. വസ്വാസാർക്കുള്ള അതിന്റെ ബേസിക് പരിഹാരം എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത് അൽ ഇഅ്റാദു അൻഹു എന്ന കിതാബിലൊക്കെ കാണാം. വസ്വാസിനെ സംബന്ധിച്ച് പറയുന്ന എല്ലാ കിതാബുകളും പറയുന്ന ഒരു പ്രയോഗം എന്താ അറിയോ, അൽ ഇഅ്റാദു അൻഹു. എന്താ അതിനർത്ഥം? നെവർ മൈൻഡ് ചെയ്യാം, ശ്രദ്ധിക്കണ്ട, മെയിൻറ്റെയിൻ ചെയ്യണ്ട, അതിനെ പരിഗണിക്കണ്ട, അഡ്രസ് ചെയ്യരുത്. അഥവാ ശരിയായിട്ടില്ല എന്ന് നമ്മളെ തോന്നിക്കഴിഞ്ഞാൽ അത്ര മതി ശരിയായത്, ഇനി ശരിയാക്കാതെ നിന്നാൽ ശരിയാകൂല, അതുകൊണ്ട് ശരിയാക്കുന്നില്ല, എത്ര മതി. അനാവശ്യ ചിന്തകൾ വന്നോട്ടെ, ഞാൻ ഇനി അത് നന്നാക്കാൻ വേണ്ടി പോണില്ല, എന്റെ മനസ്സിൽ തട്ടിയിട്ടില്ല, തട്ടിക്കാൻ പോണ്ട, എന്റെ മനസ്സിൽ അത് തസവ്വുറായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള രൂപം വന്നിട്ടില്ല, അത് വരുത്താൻ നിൽക്കണ്ട, വരൂല നമുക്ക്. എന്തേ, അത് വസ്വാസ് എന്ന് പറഞ്ഞ രോഗമുള്ളതുകൊണ്ടാ. അപ്പൊ ഇത് ഒരു മെന്റലി ഡിസോർഡർ ആണ്, ഒരു മാനസികമായ ഇംബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത് ശരിയാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ശരിയാവില്ല കേട്ടോ. നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? നന്നാവില്ല. പിന്നെ എത്രയാണോ നമ്മൾ പറഞ്ഞത് അവിടെ നിർത്തുക. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നെങ്കിലും മാറ്റം വരും. അഥവാ ഞാൻ നിയ്യത്തൊറ്റ പ്രാവശ്യം വെച്ചു, അത് മതി, ശരിയായിട്ടില്ല തോന്നിയാലും മനസ്സിൽ തട്ടിയിട്ടില്ല എന്ന് തോന്നിയാലും എന്ത് തോന്നിയാലും അത് മതി. അപ്പൊ പിന്നെ ആ നിയ്യത്ത് ശരിയാകുമോ? അതേ ശരിയാവും. വസ്വാസുള്ള ആളുകൾക്ക് അതിൽ ഇളവുണ്ട് എന്ന് മനസ്സിലാക്കണം. അതൊക്കെ കിതാബുകളിൽ സവിസ്തരം പറഞ്ഞതാ. അപ്പോ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, പല കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാം ഇളവ് നൽകിയിട്ടുണ്ട് വസ്വാസുകാർക്ക്. അതല്ലാതെ നമ്മൾ നന്നാക്കാനാണ് ശ്രമമെങ്കിൽ ഓർക്കുക, ഇത് നന്നായി കിട്ടൂല. അതുകൊണ്ട് ആ കിതാബിലൊക്കെ പറഞ്ഞ അൽ ഇഅ്റാദു അൻഹു, നെവർ മൈൻഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടാന്ന്. എന്ന പോലെ ഇതേ വിഷയത്തിൽ തന്നെ മറ്റു ചില വിഷയങ്ങൾ കൂടെ ഉണ്ട്. അതെന്താ, ഒരാൾ ളുഹ്ർ നോക്കുന്നു, ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ അയാളെ മനസ്സിൽ വരുന്നത് എന്താ അറിയോ, അസ്ർ എന്ന ഫർദ് നിസ്കരിക്കുന്നു. അസ്ർ എന്ന് മനസ്സിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ളുഹ്ർ എന്ന് വരുന്നു, മഗ്രിബ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇശാ എന്ന് വരുന്നു. എന്തേ കാരണം? അത് വസ്വാസാണ്. അപ്പൊ പിന്നെ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, നിയ്യത്ത് വെക്കുക, അല്ലാഹു അക്ബർ പറയാം. അപ്പൊ അതിന്റെ ഇടയിൽ ളുഹ്ർ അല്ല അസ്റാണ്, മഗ്രിബാണ്, ഇശാ എന്ന് എന്ത് തോന്നിയാലും അൽ ഇഅ്റാദു അൻഹു, നെവർ മൈൻഡ് ചെയ്യാം. അപ്പൊ പിന്നെ ആ നിസ്കാരം ശരിയാകുമോ? തീർച്ചയായിട്ടും. ആര് പറഞ്ഞു? ഇമാമുകൾ പഠിപ്പിച്ചതല്ലേ. ഒരു നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അത് നമ്മളെ പഠിപ്പിച്ചതാരാ? ഇമാമുകൾ. അതേ പണ്ഡിതന്മാർ, അതേ ഇമാമുകൾ അതേ കിതാബിൽ പറയാണ് വസ്വാസുള്ള ആളുകൾ നെവർ മൈൻഡ് ചെയ്യാണ് വേണ്ടത്. എന്നാ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞാലേ നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നെവർ മൈൻഡ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ബേസിക്. ഇനി നിയ്യത്തിന്റെ വിഷയത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം. ചില ആളുകൾ നിയ്യത്ത് വെക്കുന്ന സമയത്ത് മഹ്റജ് ശരിയാവില്ല, അല്ലെ? അഥവാ നിയ്യത്ത് വെക്കുന്ന സമയത്ത് മഹ്റജ് ശരിയാക്കാൻ നിൽക്കുക. ഉസ്വല്ലി ഉസ്വല്ലി സ്വാദ്, അല്ലെ? ഈ സഹോദരൻ കണ്ട് ശരിയാക്കിയാണ് ഉസ്വല്ലി ഫർള ളുഹ്രി. ളുഹ്റാകുമ്പോ ചിലപ്പോ തോക്കെ വരും, തുഹ്റൊക്കെ ആവും. ശരിയാക്കി ഉള്ളത് വഷളായി പോയതാ. അപ്പോ എങ്ങനെ എത്തി? അഥവാ ഇത് നന്നാക്കാൻ നിന്നോ, ഇത് പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചാൽ വഷളാകും.
ഇത് നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നാകൂല. നെവർ മൈൻഡ് ചെയ്താൽ ശരിയാവും. നെവർ മൈൻഡ് ചെയ്താൽ ഇത് ശരിയാവും. പക്ഷെ നെവർ മൈൻഡ് ചെയ്യണം. എങ്ങനെ നെവർ മൈൻഡ് ചെയ്യണം? അവിടെയാണ് ഈ കൗൺസിലിങ്ങിന്റെ പ്രാധാന്യം. അഥവാ ഇത് എങ്ങനെയാണ് നെവർ മൈൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ മാറ്റിയെടുക്കേണ്ടത് എന്നത് അതിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഓരോ വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് പറയണം. സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന വ്യത്യസ്ത തെറാപ്പികളുണ്ട്. അതിൽ CBT തെറാപ്പി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ്. CBT തെറാപ്പി അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്ത് അതിനെ അല്പാൽപമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കണം എന്നതിനെ ക്രമേണ അതിനുള്ള വഴികളും അവസരങ്ങളും കൊടുത്ത് കൃത്യമായ രൂപത്തിൽ ഓരോ ഫീഡ്ബാക്കുകൾ കണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പക്ഷെ അവിടെയാണ് ഈ ഒരു കൗൺസിലറുടെ ഒരു ആവശ്യം വരുന്നത്. അതേസമയം നിസ്സാരമായ ചെറിയ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ വോയിസുകൾ കേൾക്കുന്ന, എന്റെ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ എത്രയോ ആളുകൾ എന്നെ പലപ്പോഴും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഉസ്താദെ, നിങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് എനിക്ക് മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട്. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, കേവലം വീഡിയോകൾ മാത്രം കണ്ടിട്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ചെറിയ സമാധാനമൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ പിന്നെയും പ്രശ്നത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെയാണ് കൗൺസിലിംഗ് ആവശ്യം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു CBT തെറാപ്പി. CBTയിലൂടെ നമുക്ക് ഇത്തരം വിഷയങ്ങൾ CBT ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഹിപ്നോട്ടിക് തെറാപ്പികൾ, നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്ത് ടെൻഷനുകൾ കുറച്ച് ഇത്തരം ആവശ്യമായ നിർദ്ദേശങ്ങൾ മൈൻഡിലേക്ക് അഥവാ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് കൊടുത്ത് അങ്ങനെ അല്പമായിട്ട് മാറ്റിയെടുക്കുന്ന ശൈലികളുണ്ട്. എല്ലാവർക്കും എല്ലാ തെറാപ്പികളൊന്നും ചിലപ്പോൾ വേണമെങ്കിൽ റിസൾട്ട് കണ്ടോളുന്നില്ല. ഓരോ ആളുകളെയും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചിലപ്പോൾ കേവലം കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പികൾ ആവശ്യമായതിനനുസരിച്ചാണ് കൊടുക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം NLPയുടെ ചില ആക്ടിവിറ്റീസുകൾ കൊടുക്കേണ്ടി വരും. NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അങ്ങനെ ചില തെറാപ്പികൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ വ്യത്യസ്തമായ തെറാപ്പികളിലൂടെയാണ് പിന്നെ നമ്മൾ അവരെ ഒരു സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പാൽപമായിട്ട് അവർക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ഇതിനെ അല്പാൽപമായിട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ സിമ്പിളായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോ ഇത് വോയിസുകൾ കേട്ട് മാറ്റാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്ത ആളുകൾ ഇത് കൃത്യമായിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം. എൻ്റെ അടുത്ത് തന്നെ വരേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മതപരമായ വിഷയങ്ങളും അതുപോലെ മനഃശാസ്ത്രപരമായ വിഷയങ്ങളും സമ്മിശ്രമാക്കി കൃത്യമായി സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. കേവലം സൈക്കോളജി അറിഞ്ഞ ആളുകൾക്ക് ആളെടുത്ത് പോയത് കൊണ്ട് മാറ്റങ്ങൾ വന്നോളുന്നില്ല. എന്നതുപോലെ തന്നെ കേവലം ഒരു പണ്ഡിതന്റെ അടുത്ത് പോയാലും നമ്മുടെ ഈ വസ്വാസിനെ കുറിച്ച് കൃത്യമായി അറിയാത്ത ആളുകളുടെ അടുത്ത് പോയാലും കൃത്യമായി മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. രണ്ടും നന്നായി അറിയണം. അങ്ങനത്തെ സ്ഥലങ്ങളാണോ തീർച്ചയായും നമ്മുടെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പറയുന്നത്, നമുക്ക് ഈ മഹ്റജിന്റെ വിഷയത്തിൽ പല ആളുകൾക്ക് വരും. മഹ്റജ് നന്നാക്കിയിരിക്കുക. അപ്പൊ ഓരോ അക്ഷരങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ ഉച്ചരിക്കേണ്ട സ്ഥാനങ്ങളിൽ നിന്നല്ല വന്നത് എന്ന പേര്, എന്നിട്ടോ അത് നന്നാക്കി വേറെന്തൊക്കെയാവും. അപ്പോ നിയത്ത് വെക്കുന്ന ചില ആളുകളൊക്കെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ സങ്കടം വന്ന് പോവാറുണ്ട്. കാരണം മദ്യപിച്ചിട്ടൊക്കെ പ്രയോഗിക്കുന്ന ശൈലി പോലെ. എങ്ങനെ ഇപ്പൊ ഉസല്ലി ഫർള സ്വലാത്തു ളുഹ്രി എന്ന ഒരൊറ്റ വാക്കിനെ എന്ന് പറഞ്ഞാൽ അവരുടെ ടൂണ് കേൾക്കുമ്പോ ഒരു മദ്യത്തിന് അല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റ് ആയ ഒരാള് ആ ഒരു ശൈലി, ഞാനത് കളിയാക്കാൻ വേണ്ടി പറയല്ലോ, അതോ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണോ തോന്നിപ്പോകുന്നു. ആ ശൈലിയിലേക്ക് എത്തി. എന്തുകൊണ്ട്? പെർഫെക്ഷന് വേണ്ടി ശ്രമം നടത്തിയതാ, നന്നാക്കാൻ ശ്രമിച്ചതാ. നടക്കൂല. അത് നന്നാക്കാൻ ശ്രമിച്ചോ വഷളായി പോകും. അപ്പോ ചില ആളുകൾക്ക് മഹ്റജിന്റെ വിഷയത്തിൽ വരാറുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിരന്തരമായി ചെയ്ത് മറവി എന്ന് പറയുന്ന സംഭവം വരും. അഥവാ നിയ്യത്ത് വെക്കുന്നു, ഞാൻ വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു, വീണ്ടും വെക്കുന്നു, വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു, വീണ്ടും വെക്കുന്നു, അല്ലെങ്കിൽ പകുതി ഞാൻ വെച്ചിട്ടില്ല എന്നിട്ട് പിന്നെയും ആവർത്തിക്കും. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ വിഷയങ്ങൾ. ഞാനിതിന്റെ ഏതായാലും ചില സാമ്പിളുകൾ മാത്രമേ ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെയൊക്കെ വളരെ ഡീപ്പായ വിഷയങ്ങൾ ഇനി ഇതിലും വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നെവർ മൈൻഡ് ചെയ്യാന്നാണ് ഏറ്റവും സുഖം. നെവർ മൈൻഡ് ചെയ്യാം.
കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ആ പ്രയാസങ്ങളെ താൽക്കാലികമായിട്ട് നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അപ്പൊ എങ്ങനെ ക്ഷമിക്കണം? അത് കൃത്യമായ ക്ഷമയുടെ വശങ്ങളും എങ്ങനെ ഇതിനെ നമ്മൾ ഫോളോ അപ്പ് നടത്തണം അതും കൂടെ കൃത്യമായിട്ട് പറയേണ്ടത് കൗൺസിലിങ്ങിലൂടെ ഒന്നും കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ചില ആക്ടിവിറ്റികൾ ടെൻഷൻ ഓവറായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചില കാര്യങ്ങൾ അവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചു കൊടുക്കും. അങ്ങനെ നമുക്കിത് 100% മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്റെ ഈ പ്രശ്നത്തെ അദ്ദേഹം ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞപ്പോ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും അഥവാ ക്ലാസ്സുകൾ കൊടുത്ത് 3 ദിവസം കഴിയുന്ന സമയത്ത് ആൾക്ക് ക്ലാസ് കൊടുത്തു, പിന്നീട് 5 ദിവസം ടൈം കൊടുത്തു, പിന്നെ അത് ഒരാഴ്ചയിലേക്ക് കൊടുത്തു. അങ്ങനെ ഓരോ സമയത്തും മാറ്റങ്ങൾ വന്നു. ടൈമുകൾ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോ എന്താ പറയാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോണ്ടാണ് പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി. പേടിയൊക്കെ പോയി. സിമ്പിളായിട്ട് 1, 2, 3 ഏറി വന്ന അത്രേ ഉള്ളൂ. 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം, ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് നിയ്യത്ത് കിട്ടുന്നു, നിസ്കരിക്കുന്നു. വളരെ അപൂർവങ്ങളിൽ ചിലപ്പോൾ 2, 3, പക്ഷേ ബാക്കിയൊന്നും പ്രശ്നമല്ല. 1.5 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ വുളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആൾക്ക് ഇപ്പൊ ഏകദേശം 1.5 മിനിറ്റ് കൊണ്ട് വുളു എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ ഇത്രമാത്രം മണിക്കൂറുകൾ എടുത്തിരുന്ന ഒരു വ്യക്തിക്ക് അത് 10-30 വർഷക്കാലം അദ്ദേഹം വേദനകൾ അനുഭവിച്ച് തിന്ന് ജീവിച്ച, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് പരിഹാസപാത്രമായി ജീവിച്ച ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം എത്ര ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട്. ഉസ്താദെ, കുറെയൊക്കെ മുമ്പ് ഞാന് നമ്മുടെ ഹദ്ദാദ് പതിവാക്കുന്ന ആളായിരുന്നു. അതുപോലെ സൂറത്തുൽ വാഖിഅ, അതുപോലെ സൂറത്തുൽ മുസമ്മിൽ, അതുപോലെ യാസീൻ പോലെ അഥവാ നിത്യേന ഓതുന്ന സൂറത്തുകളും അദ്കാറുകളും അതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കൈമോശം വന്നു പോയതാണ്. എനിക്ക് പറ്റൂല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം, അതിന് സമയമല്ല. അങ്ങനെ മാനസികമായി തളർന്ന് തരിപ്പണമായ മനുഷ്യൻ ഇന്ന് അന്തസ്സോടെ നിസ്കരിക്കുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് ഈ വിഷയത്തിൽ വസ്വാസം അനുഭവിക്കുന്നവരോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അത് മാത്രമല്ല, ഇപ്പൊ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ തുടങ്ങി. ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റത് ജമാഅത്തിന് വേണ്ടി പങ്കെടുക്കുന്നു, ഇമാമ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ആ നിസ്കാരത്തിന്റെ ലാസ്റ്റ് സമയത്ത് ചിലപ്പോൾ പണി പെട്ടെന്ന് ഓടിക്കൂടിയാണ്, അതുവരെ നിയ്യത്ത് ശരിയാവുന്നില്ല. ചിലപ്പോൾ 2ാമത്തെ റക്അത്തിലാണ് കിട്ടുന്നത്. ചിലപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞാൽ പുറത്തു പോയിട്ട് വേറെ നിസ്കരിക്കാണ്. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? പക്ഷെ ഇപ്പൊ സിമ്പിളായിട്ട് ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, നിയ്യത്ത് കിട്ടുന്നുണ്ട്. കുളിക്കാനാണെങ്കിലും നിസ്കരിക്കാനാണെങ്കിലും വുളൂഇലാണെങ്കിലും അതുപോലെ നോമ്പിനൊക്കെ സിമ്പിളായിട്ട് നിയ്യത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് അദ്ദേഹം പങ്കുവെച്ചതാ. ഇത് ഞാൻ ഒരു കഥ പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ ഞാൻ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ആയിരക്കണക്കിന് വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 2000-ലധികം അപ്പോയിന്റ്മെന്റുകൾ പലർക്കും പല സമയങ്ങളിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ കിട്ടിയ അനുഭവങ്ങളുടെ ചില കഥകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 100% മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ? നെവർ മൈൻഡിലൂടെ. പക്ഷെ എങ്ങനെ നെവർ മൈൻഡ് ചെയ്യണം? അത് കൃത്യമായിട്ട് കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും, നെവർ മൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കുറെ ലെങ്ത് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വീഡിയോ ടൈം കൂടി എന്ന് അവർക്ക് തോന്നൂല. ഒന്നുകൂടെ സംസാരിച്ചെങ്കിൽ, ഇതിന്റെ പരിഹാര വശങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് എന്ത് മനസ്സിൽ തോന്നിയാലും വസ്വാസ് ഉള്ള ആളുകളോട് നിയ്യത്തിന്റെ വിഷയത്തിൽ ഒറ്റവട്ട നിയ്യത്ത് വെക്കുക. അത് ശരിയാവട്ടെ, ശരിയാവാതിരിക്കട്ടെ, മനസ്സിൽ തട്ടട്ടെ, തട്ടാതിരിക്കട്ടെ, മഹ്റജ് ക്ലിയർ ആവട്ടെ, ആവാതിരിക്കട്ടെ, അതൊന്നും മെയിൻ ചെയ്യണ്ട. ഒറ്റത്തവണ വെക്കുക, നിസ്കരിക്കുക, ഒറ്റത്തവണ നിയ്യത്ത് വെക്കുക, വുളൂ ചെയ്യുക, ഒറ്റത്തവണ നിയ്യത്ത് വെക്കുക, കുളിക്കുക, ഒറ്റത്തവണ നിയ്യത്ത് വെക്കുക, നോമ്പെടുക്കുക. ശരിയായിട്ടില്ല തോന്നിയാൽ അത്ര ശരിയായ മതി എന്ന് തീരുമാനിക്കുക. ഇനി ഒന്നും കൂടെ ശരിയാക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ള ദുർബോധനമാണ്. നമ്മൾ ശരിയാക്കിയാൽ അത് ശൈത്താനോട് അറ്റാച്ച്മെന്റ് കൂടുന്നു. ശരിയാക്കാതെ അത്ര മതി എന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം പറഞ്ഞതിന് നമ്മൾ അനുധാവനം ചെയ്തു, ഇസ്ലാം പറഞ്ഞ പോയിന്റിൽ നിൽക്കുന്നു. അപ്പൊ ഇസ്ലാം പറഞ്ഞിടത്ത് നമുക്ക് നിൽക്കണോ അതല്ല ശൈത്താൻ പറഞ്ഞിടത്ത് നിൽക്കണോ എന്നത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.
പക്ഷേ ഇസ്ലാം പറഞ്ഞെടുത്ത് നിന്നാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനൊരു അത്താണിയും കൂടെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതേസമയം നമ്മൾ ശൈത്താന്റെ പക്ഷത്താണ് നിൽക്കാൻ ശ്രമം നടത്തുന്നത് എങ്കിൽ ഓർക്കുക, എന്റെ ജീവിതം നശിക്കുന്നു, എന്റെ കുടുംബം നശിക്കുന്നു, ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് മുഴുവനും അപകടത്തിലേക്ക് പോകുന്നു. കാരണം ഇത് വെച്ചിട്ട് മാനസികമായിട്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുഖേന നമ്മുടെ കുടുംബത്തിന് പോലും ജീവിതം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അത് മാത്രമല്ല, ദുനിയാവിൽ കഷ്ടപ്പെട്ടതിന് ആഖിറത്തിൽ ഗുണമല്ല കിട്ടുക, ആഖിറത്തിലും ഇത് ദോഷകരമായിട്ടാണ് ഭവിക്കുക. അതുകൊണ്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ച ഇസ്ലാം പറഞ്ഞ പോയിന്റിൽ നിൽക്കണോ, അതല്ല ശൈത്താൻ പറഞ്ഞ പോയിന്റിലേക്ക് മാറണോ, ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും നിങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അസുഖം സുഖപ്പെടുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് 100% നമ്മുടെ അധ്വാനത്തിലൂടെ, നമ്മുടെ എഫേർട്ടിലൂടെ, കൃത്യമായ കൗൺസിലിങ്ങിലൂടെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും പൂർണ്ണമായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.